പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു ധർണാ സമരം. KSRTC പ്രിയദർശിനി സർവീസുകൾ ആരംഭിച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ് മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാരോപിച്ച് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ താലൂക്ക് തല കൺവെൻഷനും ഉടമ തൊഴിലാളി സംയുക്ത ധർണയും കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് താലൂക്ക് കേന്ദ്രങ്ങളിലും സമാന പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് ഫെഡറേഷൻ അറിയിച്ചു. കേരളത്തിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ CP ജോൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വാക്കുകൾ കടമെടുത്താൽ 5000 മുതൽ 6000 കോടി രൂപ വരെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്വകാര്യ ബസ് മേഖലയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സംരംഭമായി പോയി ഇത് എന്നുള്ളത് ഒരു ദയനീയമായ സത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് പല പ്രാവശ്യം ബസ് ഉടമ സംഘത്തിന്റെ ഭാരവാഹികൾ, ഫെഡറേഷന്റെ ഭാരവാഹികൾ ശ്രീ ശരണ്യ മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മന്ത്രിയും ഒക്കെ പലവട്ടം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അവരുടെ എല്ലാം വാക്കുകളിൽ നിങ്ങളെ കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഇത് നടപ്പാക്കുക എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒത്തിരി അകലേക്കൊന്നും പോകുന്നില്ല. കോതമംഗലത്തിന് മാത്രം കഥയെടുത്താൽ, കോതമംഗലം ഒരു ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടൗണാണ്. നമുക്ക് ചുറ്റുമുള്ളത് കൂടുതലും ഗ്രാമങ്ങളാണ്. ഉദാഹരണത്തിന് ചേരാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വടാട്ടുപാറ, പൂയംകുട്ടി, കുട്ടമ്പുഴ, ഇങ്ങേ വശത്തേക്ക് പോയി കഴിഞ്ഞാൽ പോത്താനിക്കാട്, പൈക്കോട്ടൂര്, കോട്ടപ്പടി എന്നിവരുടെ കോതമംഗലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഗ്രാമമേഖലകളിൽ നിന്നെല്ലാം KSRTCയുടെ സർവീസുകൾ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന അതേ റൂട്ടിലും സമയക്രമങ്ങളിലുമായി പ്രിയദർശിനി സർവീസുകൾ കൂടുതലായി ഓടുന്നതോടെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്നും ഇന്ധന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, വാഹന പരിപാലന ചെലവ് എന്നിവ പോലും വഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ബസ് ഉടമകൾ പറയുന്നു. ഇതുമൂലം നിരവധി സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തേണ്ടി വരുമെന്ന അവസ്ഥയാണെന്നും കോതമംഗലം മാമലക്കണ്ടം റൂട്ടിലോടുന്ന ഐഷാസ് ബസ് ഇന്നു മുതൽ സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കുന്നതായും അറിയിച്ചു. ധർണ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശരണ്യ മനോജ് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ, പാവങ്ങളായ ജനവിഭാഗങ്ങളുടെ യാത്രാ മാധ്യമം എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന ജനങ്ങളിൽ ഒരു 70-75% വരെയുള്ള യാത്രക്കാരുടെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം ഇന്ന് അതിഗുരുതരമായ പ്രതിസന്ധിയിലും അതിലേറെ ഇത് നിന്നു പോകുന്ന സാഹചര്യത്തിലുമാണ് എന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാ പ്രിയദർശിനി പദ്ധതി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിൻ്റെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ആ മുന്നണിയുടെ പ്രകടന പത്രികയിലുള്ള ഒരു പദ്ധതി ആയിരുന്നില്ല. ബഹുമാനായ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യം. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ആ പദ്ധതി നടപ്പാക്കിയതിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയും ആ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് ആ പദ്ധതിയുടെ ദോഷം അനുഭവിക്കേണ്ടി വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളാണ്. അവരെ കേൾക്കുകയോ അവരുടെ അഭിപ്രായങ്ങൾ സർക്കാർ കേൾക്കുകയോ ചെയ്യാതെ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയതിലൂടെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ അവസാനത്തെ ആണി കൂടി അടിക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റ് പോയി എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു കഥ പറയും. ഒരു ഗവൺമെന്റ് കേരളം ഭരിച്ചിരുന്നപ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ ഒരുപാട്, അതായത് 2000 തൊട്ടുള്ള കാലഘട്ടം ഇങ്ങോട്ടെടുത്താൽ 2000-ൽ കേരളത്തിൽ 34,000-ലധികം സ്വകാര്യ ബസ്സുകൾ ഉണ്ടെന്നുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് വെച്ച് ഇന്ന് 2026-ൽ എത്തി നിൽക്കുമ്പോൾ അത് 11,000-ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ബസ് വ്യവസായം അല്ലെങ്കിൽ സ്വകാര്യ ബസ് വ്യവസായം ഇത്രയും കോടികൾ മുടക്കി
വലിയൊരു വ്യവസായമായി ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 5000-ലധികം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ സ്വകാര്യ ബസ് മേഖലയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലെടുക്കുന്ന ഒരു പ്രസ്ഥാനം. ഈ സ്റ്റാൻഡ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ, ഓട്ടോറിക്ഷ, അതിലെ ജീവനക്കാർ, സ്റ്റാൻഡിൽ ആള് വിളിക്കുന്ന ജീവനക്കാർ, അവർക്ക് ബസ്സുമായി നേരിട്ടല്ല ബന്ധം. അതുപോലെ ഇതിലെ കയറ്റിറക്ക് തൊഴിലാളികൾ, പിന്നെ ബസ്സിലെ നേരിട്ട് തൊഴിലെടുക്കുന്ന ഡ്രൈവർ, കണ്ടക്ടർ, അവരുടെ കുടുംബം, അങ്ങനെ വ്യത്യസ്തമായ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ വ്യവസായം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആണോ ഈ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയത് എന്നുള്ള സംശയം പോലും ഇന്ന് കേരളത്തിലെ ബസ് ഉടമസ്ഥന്മാർക്കും ജനങ്ങൾക്കുമുണ്ട്. ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി എടാട്ടിൽ അധ്യക്ഷത വഹിച്ചു. PBOA കോതമംഗലം ജനറൽ സെക്രട്ടറി CV നവാസ്, മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് മൈദീൻ ഷാ, സെക്രട്ടറി എൽദോസ് എന്നിവർ സംസാരിച്ചു. മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാർ, പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ജിജി, അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് ജിബി, അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രിയദർശൻ, ഷിബു മാർക്കോസ്, രതീഷ്, യാക്കൂബ്, മീരൻ എന്നിവരടക്കം എറണാകുളം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ബസ് ഉടമകളും തൊഴിലാളികളും ധർണയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60 ന്യൂസ്, കോതമംഗലം.